നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഫാത്തിമ മാത നഴ്സറി LP സ്കൂളിന്റെ 51ാം വാർഷികാഘോഷം കല്ലൈഡ 2K26 ഗംഭീരമായി ആഘോഷിച്ചു. വാഗൺ ട്രാജഡി ടൗൺ ഹാളിൽ ഫാത്തിമ മാത നഴ്സറി സ്കൂളിന്റെ 51ാം വാർഷികാഘോഷമായ കല്ലൈഡ 2K26 വർണ്ണാഭമായും ആവേശഭരിതമായും നടന്നു. ചെറുകുട്ടികളുടെ കലാപാടവങ്ങളും ആത്മവിശ്വാസവും നിറഞ്ഞ ഈ ആഘോഷം കാണികൾക്ക് മനോഹരമായ അനുഭവമായി. പ്രശസ്ത ഗായകനും സോണി ചാനലിലെ സൂപ്പർ സിംഗർ 2, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ എന്നീ റിയാലിറ്റി ഷോകളിലൂടെ ശ്രദ്ധേയനായ ഋതുരാജ് മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം പരിപാടിക്ക് പ്രത്യേക തിളക്കം നൽകി. കുട്ടികളെ അഭിസംബോധന ചെയ്ത് ഋതുരാജ് സംഗീതവും കലയും കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിൽ വഹിക്കുന്ന പ്രാധാന്യം ഊന്നിപ്പറഞ്ഞു. സ്കൂൾ മാനേജ്മെന്റിന്റെയും പ്രധാനാധ്യാപികയുടെയും നേതൃത്വത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ അധ്യാപകരും രക്ഷിതാക്കളും വിശിഷ്ടാതിഥികളും പങ്കെടുത്തു. തുടർന്ന് നടന്ന കലാപരിപാടികളിൽ നൃത്തങ്ങൾ, ഗാനങ്ങൾ, ഗിറ്റാർ ഡാൻസ്, ഗ്രൂപ്പ് പെർഫോമൻസുകൾ എന്നിവ കുട്ടികൾ അതിസുന്ദരമായി അവതരിപ്പിച്ചു. മലയാളം, തമിഴ്, ഇംഗ്ലീഷ് ഗാനങ്ങളിലുള്ള നൃത്താവിഷ്കരണങ്ങൾ പ്രേക്ഷകരുടെ കയ്യടി നേടി. വാർഷിക റിപ്പോർട്ട് അവതരണത്തിലൂടെ സ്കൂളിന്റെ അക്കാദമിക് സാംസ്കാരിക നേട്ടങ്ങൾ വിശദീകരിച്ചു. കുട്ടികളുടെ സമഗ്ര വികസനത്തിനായി അധ്യാപകരും രക്ഷിതാക്കളും കൈകോർക്കേണ്ടതിന്റെ ആവശ്യകത പ്രസംഗകർ ചൂണ്ടിക്കാട്ടി. കല്ലൈഡ 2K26 എന്ന പേരിൽ സംഘടിപ്പിച്ച ഈ വാർഷികാഘോഷം കുട്ടികളുടെ കഴിവുകൾക്കും സൃഷ്ടിപരമായ ചിന്തകൾക്കും മികച്ച വേദിയായി തീർന്നു. ഫാത്തിമ മാത നഴ്സറി LP സ്കൂൾ ഭാവി തലമുറയെ വളർത്തുന്നതിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുമെന്ന് ഈ ആഘോഷം ഒരിക്കൽ കൂടി തെളിയിച്ചു. ഇംഗ്ലീഷ് മീഡിയം LP ആൻഡ് നഴ്സറി സ്കൂളിന്റെ ആനുവൽ ഡേയുമായി സംബന്ധിച്ചാണ് നമ്മൾ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. 1975 തുടങ്ങി ഇന്ന് 2026 എത്തി നിൽക്കുമ്പോൾ 51 വർഷം പിന്നിടുമ്പോൾ സമൂഹത്തിൽ ഒരുപാട് വ്യക്തികളെ വാർത്തെടുക്കാൻ, ഒരുപാട് പൗരന്മാരെ വാർത്തെടുക്കാൻ ഫാത്തിമ മാത ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അതെ, ഈ സുന്ദരമായ വാർഷിക ദിനത്തിന് എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുന്നു. ഇതിന്റെ വളർച്ചയിൽ, ഈ സ്കൂളിന്റെ വളർച്ചയെ സഹായിക്കുന്ന അധ്യാപകര്, അവരെല്ലാം ഈ അവസരത്തിൽ നന്ദിയോടുകൂടി സ്മരിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ വിജയങ്ങളും നേട്ടങ്ങളും ആഘോഷിക്കുവാനായിട്ട് സ്കൂൾ മുഴുവൻ എത്തിച്ചേരുന്ന ദിനമാണ് വാർഷിക ആഘോഷം എന്ന് പറയാം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും പ്രധാനപ്പെട്ട ഒരു ദിനമാണിന്ന്. കഴിഞ്ഞ വർഷത്തെ നേട്ടങ്ങളെ വിലയിരുത്തുവാനും ഭാവിയിലേക്ക് പ്രതീക്ഷയോടെ നോക്കാനുമുള്ള ഒരു സമയമാണിത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം നിങ്ങൾ അവരെ സ്വയം ചെയ്യാൻ പഠിപ്പിച്ചതാണ് അവരെ വിജയത്തിലേക്ക് നയിക്കുന്നതും. കഥയാണെന്നാ പറയുന്നത്. അതുകൊണ്ടാണ് എൻ്റെ അനുഗ്രഹ പ്രഭാഷണം കഥയാക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചത്. കഥ ഇതാണ്. ഇന്ന് നമ്മളിവിടെ 51ാമത് ആനുവൽ ഡേ ആഘോഷിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ സ്റ്റാറ്റസ് ഇട്ട സമയത്ത് എൻ്റെ സുഹൃത്ത് ചോദിച്ചു, 51 വർഷമായില്ലേ നമ്മളുടെ സ്കൂൾ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ അതേന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അപ്പോൾ ആദ്യത്തെ ബാച്ചത്തെ കുട്ടികൾക്ക് ഇപ്പോൾ 54 വയസ്സായിട്ടുണ്ടാവില്ലേ ജീന എന്ന് ചോദിച്ചു.
പോകുന്നു. പാപത്തിന്റെ വഴിയിൽ പോകുന്നതിനെ മാത്രമല്ലേ ഞാൻ എതിർത്തിട്ടുള്ളൂ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഞാൻ പോകുന്നു. ദൈവമേ, ഇതിനെ വെട്ടിപ്പൊക്കി എന്റെ വിഷമം അവൻ മനസ്സിലാക്കുന്നില്ല. ഞാൻ വീണുപോയി. പിതാവേ, എന്നോട് പൊറുക്കണമേ. എന്റെ പിതാവിന്റെ സ്നേഹം തട്ടിത്തെറിപ്പിച്ച് പാപത്തിന്റെ വഴിയിൽ അകപ്പെട്ടു പോയവർക്ക് ദുഃഖിക്കുകയാണ് ഞാൻ. ഞാനൊരു പാപിയാണ്. നിങ്ങളുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിക്കുന്നെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. സ്നേഹനിധിയായിരുന്നു എന്റെ പിതാവ്. പക്ഷേ അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവൻ നശിപ്പിച്ച എന്നെ അദ്ദേഹം എങ്ങനെ സ്വീകരിക്കും? നിങ്ങളോട് തിരിച്ചുവരും കാത്തിരിക്കുന്ന സ്നേഹനിധിയാണ് നിങ്ങളുടെ പിതാവ്. തന്റെ മക്കളെ ആരും നശിച്ചു പോകാൻ ആ പിതാവ് ആഗ്രഹിക്കുന്നില്ല. മീഡിയ ന്യൂസ് തിരൂർ.